ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് പാലക്കാടൻ കൊള്ളിച്ചമ്മന്തിയാണ്. നമ്മൾ ഈ ചോറിനും അതുപോലെ കഞ്ഞിക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അസൽ ചമ്മന്തിയാണ്. അതുപോലെ നല്ല ഹെൽത്തിയായ ഒരു ചമ്മന്തി കൂടിയാണ്. കാരണം കൊള്ള് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലൊരു ഭക്ഷണമാണ്. അപ്പോൾ ആദ്യം കുറച്ച് കൊള്ള് നന്നായി കഴുകിയതിന് ശേഷം അത് ചീനച്ചട്ടിയിലിട്ട് നന്നായി നിറം മാറുന്നത് വരെ അതിനെ ഡ്രൈ ആക്കി എടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില മാത്രം ഇട്ടാലും മതി. എൻ്റെ മല്ലിയിൽ കുറച്ച് പുതിന ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിലിട്ടതാണ്. അത് നിർബന്ധമില്ല. ആവശ്യത്തിന് പുളിയും ഇട്ടതിന് ശേഷം തേങ്ങയിട്ട് നന്നായി വറുത്തെടുക്കുക. തേങ്ങയുടെ നിറം മാറുന്ന വരെ, ആ വെള്ളം പോകുന്ന വരെ നന്നായി അത് വറുത്തെടുക്കുക. അതിൻ്റെ നിറം മാറി ആ കൊള്ളിൻ്റെ അതേ നിറം വരുന്ന വരെ അത് നന്നായി വറുത്തെടുക്കണം. പിന്നെ പ്രത്യേകം കൊള്ള് ഓൾറെഡി നമ്മൾ വറുത്തത് കൊണ്ട് അത് കരിയാതെയും ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. പിന്നീട് നമുക്കത് കഴിക്കുമ്പോൾ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. അത് ചേർത്തില്ലെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒന്നാണ് ഈ കൊള്ളി ചമ്മന്തി എന്ന് പറയുന്നത്. നമ്മുടെ കഞ്ഞിക്കും ചോറിനും അതുപോലെ നമ്മൾ പൊതിച്ചോറുണ്ടാക്കുമ്പോഴൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അസൽ ചമ്മന്തിയാണിത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.